എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാന കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ എൻ്റെ കൂടെയുണ്ട്. കഴിഞ്ഞ സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോൾ ആ കൂട്ടുകാരനെ എനിക്ക് നേരിട്ട് കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ആ കൂട്ടുകാരനാണ് ഇപ്പം വേദിയിലുള്ളത്. നമ്മുടെ ശിവകല്യാൺ, കൂച്ചുപ്പുടിയിൽ 1ാം സമ്മാനം എ ഗ്രേഡ് നേടിയ ശിവകല്യാണാണ്. ശിവകല്യാൺ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. നമ്മള് തിരുവനന്തപുരം തലസ്ഥാന നഗരി ഒന്ന് ഫെബ്രുവരിയില് ജനുവരിയിലായിരുന്നു. ഒരു മാസം പോട്ടെ, കുഴപ്പമില്ല, തെറ്റിപ്പോയി. ജനുവരിയില്. പിന്നെ അത് അന്ന് ഏതായിരുന്നു മത്സരം ഉണ്ടായിരുന്നു? നാടോടിരുത്താണ്. അപ്പൊ ഇത്തവണ സംസ്ഥാനത്തേക്ക് പോകുന്നത് എന്താണ്? കുച്ചിപ്പുടി. കഴിഞ്ഞ തവണ നാടോടിരുത്തം, ഇത്തവണ കുച്ചിപ്പുടി. ഇത്തവണ മൊത്തം എത്ര മത്സരത്തിൽ പങ്കെടുത്തത്? ഞാൻ ഇക്കൊല്ലം പങ്കെടുത്തത് കേരളാണ്ണം, കുച്ചിപ്പുടി, നാടോടിരുത്തം. 3 കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി മത്സരം ഒന്നും ഉണ്ടോ? ഇനിയൊന്നുമില്ല. 3 കഴിഞ്ഞ്. അപ്പൊ ഇനിയൊന്നുമില്ല. 3 കഴിഞ്ഞില്ലേ? 3 കഴിഞ്ഞല്ലോ. ഇനിയിപ്പം 3 ദിവസം ഒന്നും മത്സരിക്കാൻ പറ്റില്ല. അതായത് മൊത്തം 5 ദിവസമാണ്. ഈ 2 ദിവസത്തിൽ 3 കഴിഞ്ഞ് ഇനി അവശേഷിക്കാൻ 3 ദിവസമാണ്. ഈ 3 ദിവസത്തിൽ മത്സരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലല്ലോ. അതാണ് 3 മത്സരമുള്ള 3 കഴിഞ്ഞില്ലേ? ഓക്കെ, ശരി. അപ്പം എന്തൊക്കെയാണ് കുച്ചിപ്പുടിയുടെ കാര്യങ്ങൾ? കുച്ചിപ്പുടിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി. എങ്ങനെയുണ്ട് മത്സരം? കാരണം ഓരോ വർഷം കഴിയുന്നതോറും നമ്മളെ കലാമേഖലയിൽ എല്ലാ കുട്ടികളും കഴിവുള്ള കുട്ടികളാണ്, പണ്ടത്തെ പോലെയല്ല. കാരണം നമ്മളിപ്പം ജനിച്ച് വീഴുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ഭയങ്കര ബോൾഡായിട്ടുള്ള കുട്ടികളാണ്, അല്ലേ? 1ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും സംസാരമൊക്കെയാണ്. അതായത് ബുദ്ധിയുടെ പരമായിട്ടായാലും കഴിവിന്റെ പരമൊക്കെ എല്ലാം വളരെ ബോൾഡാണ് കുട്ടികളെല്ലാവരും. അപ്പൊ എന്ന് പറഞ്ഞാൽ മത്സരം ഓരോ വർഷം കഴിയുന്നതോറും അതിന്റെ പവർ, വാശി കൂടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ മത്സരം? എങ്ങനെയുണ്ട്? നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരാളായിരുന്നു മത്സരിക്കാനുണ്ടായത്. ഒരാളായിരുന്നു ഉണ്ടായത്, ഞാനും വേറൊരു കുട്ടിയും. രണ്ട് കുട്ടികളുണ്ടായിരുന്നു. എന്താണ് കുറഞ്ഞു പോയത്? അമ്മ അതെനിക്കറിയില്ല. ബോയ്സ് വേണ്ടായിരിക്കും. അന്വേഷിക്കണ്ടായിരുന്നോ? എന്തുകൊണ്ട് ബാക്കിയുള്ള കുട്ടികളോ പോയി അന്വേഷിച്ചിട്ടില്ല? താല്പര്യം ഉണ്ടാവില്ല. അതാണ്, താല്പര്യം ഉണ്ടാവില്ല. നമ്മള് താല്പര്യത്തോടു കൂടി നമ്മൾ മത്സരിച്ചാലേ നമുക്ക് വിജയം നേടാൻ പറ്റുള്ളൂ, അല്ലേ? പിന്നെ നമ്മുടെ ഇതില് വേറെ പിന്നെ എന്താണ് കേരളാണ്ണം, നാടോടിരുത്തം എത്ര കുട്ടികളുണ്ടായിരുന്നു? 3 കുട്ടികൾ. പിന്നെ നാടോടിരുത്തത്തിന് 4 കുട്ടികൾ. ഈ പിന്നെ ഇങ്ങനെ ക്ലാസിക്കൽ നമ്മൾ ഈ സോളോന് കുട്ടികളുടെ പങ്കാളിത്തം കുറവാണോ? അതെ, കുറവാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൽ കഴിഞ്ഞാൽ അതിന്റെ പവർ മാറും. ഇവിടെ നമ്മളിപ്പം സാധാരണ നമ്മുടെ ജില്ലയിലൊക്കെ നമ്മളൊരു ചെറിയൊരു നമ്മുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിനാണ് പോകുന്നതെങ്കിൽ സംസ്ഥാനത്തേക്ക് തന്നെ സൂപ്പർ ഫാസ്റ്റാ. എല്ലാവരും വാശിയോടെ ഉണ്ടാവും. ഫാമിലി ആയിട്ട് അവിടത്തേക്ക് പോകും. ഇത്തവണ തൃശ്ശൂരാ പോകേണ്ടത്. പൂരത്തിന്റെ നാടായ തൃശ്ശൂർ പൂരത്താ പോകേണ്ടത്, അല്ലേ? അന്ന് കൂടെ ആരൊക്കെ വന്നത്? നമ്മുടെ പിന്നെ സംസ്ഥാന കലോത്സവത്തിൽ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നേ? തിരുവനന്തപുരം അച്ഛൻ, അമ്മ. ഇത്തവണയും ഇപ്പൊ ഇവിടെ സ്റ്റുഡിയോയിലേക്ക് ആരൊക്കെ വന്നിരിക്കുന്നേ? അച്ഛൻ, അമ്മ, ഏച്ചി, പിന്നെ അച്ഛന്റെ അനിയൻ. അച്ഛൻ ശശിധരൻ. അച്ഛൻ എന്ത് ചെയ്യുന്നു? KSRTC കണ്ടക്ടറാണ്. ഏതാ റൂട്ട്? കാസർഗോഡ്, മംഗലാപുരം അങ്ങോട്ട്. കാസർഗോഡ് കണ്ണൂരിൽ എത്ര മണിക്കൂടും? കാസർഗോഡേക്ക് അച്ഛൻ കണ്ടക്ടർ ആയിട്ടുള്ള KSRTC ബസ് കണ്ണൂർ സ്റ്റാൻഡിൽ നിന്ന് എത്ര മണിക്ക് കാസർഗോഡ് പോകും? അതാണ് കാരണം. അച്ഛൻ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടും? അച്ഛൻ ആഴ്ചയിൽ അങ്ങ് പോക്കാം. ആഴ്ചയിൽ കാസർഗോഡ് പോകും, എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരും. അങ്ങനെയാ. അപ്പൊ അച്ഛനോട് ചോദിച്ചില്ല എത്ര മണിക്കാണ് ഫസ്റ്റ് ട്രിപ്പ് പോവാന്ന്? ചോദിച്ചിട്ടില്ല. ഇല്ല. കുഴപ്പമില്ല. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ വേറെ ആരൊക്കെ വീട്ടില്? വേറെ ഏച്ചി. ഏച്ചി എന്ത് ചെയ്യുന്നു? ഏച്ചി ഇപ്പോ നേഴ്സാണ്. പിന്നെ വേറെ ആരാ? വേറെ വീട്ടിലാരും ഇല്ല. പിന്നെ കൂടെ വന്നിരിക്കുന്നത് അച്ഛന്റെ അനിയന്റെ മോളു. എന്താ പേര്? ശിവപഞ്ചമി. പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ, ഏച്ചി ശിവഗായത്രി. എല്ലാരും ശിവയിൽ തുടങ്ങുന്ന ആളാണല്ലേ? വളരെ സന്തോഷം. എന്താ നമുക്ക് ഓരോ പേരിനും അതിൻ്റെതായ ഐശ്വര്യം കാര്യമൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഡാൻസിന് വീട്ടിൽ ആരെങ്കിലും അച്ഛൻ ഡാൻസ് ചെയ്യോ? ഞാനിതുവരെ കണ്ടിട്ടില്ല ഡാൻസ് ചെയ്യുന്നത്. അമ്മ ഡാൻസ് ചെയ്യോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് മോനൂട്ടിന് മാത്രം ഈ ഡാൻസിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയതുകൊണ്ടാ ഈ ഒരു ക്ലാസിക് നൃത്തത്തിലേക്ക്? അമ്മ അതെനിക്കറിയില്ല. ആരാണ് പിന്നെ ഈ നൃത്തത്തിലേക്ക് കൊണ്ടുവന്ന? ആരാണ്? എങ്ങനാ? അതായത് ഡാൻസ് പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞത് അമ്മയാണോ അച്ഛനാണോ ആരാ? ചെറുതില് അച്ഛനമ്മയും കൂടിയിട്ട് അങ്ങനെ ചേർത്തതാ. അങ്ങനെ പഠിച്ചു തുടങ്ങിയത്. ഈ ഡാൻസില്, നൃത്തത്തിൽ, ക്ലാസിക് ഡാൻസില് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? വ്യക്തിയോ? അതായത് നമ്മുടെ ഡാൻസ് കളിച്ച് ഒരുപാട് അങ്ങെത്തിയ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നർത്തകിമാരുണ്ടല്ലോ, കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലൊക്കെ. അങ്ങനെയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാ?
അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഇഷ്ടം. എനിക്ക് എന്നോട് തന്നെയാണ് ഇഷ്ടം. അതെ, അതാണ് ഏറ്റവും കാര്യം. ഞാൻ എന്നെ ഇഷ്ടപ്പെടുക അല്ലെ, ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് മറ്റുള്ളവരോട് ഇഷ്ടം തോന്നത്തുള്ളൂ. അതാണ് കാര്യങ്ങൾ. പിന്നെ വേറെ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഇപ്പം ഏത് സ്കൂളാണ് പറഞ്ഞത്? ഞാൻ തലശ്ശേരി ബ്രണ്ണൻ. തലശ്ശേരി ബ്രണ്ണൻ HSS. തലശ്ശേരി ബ്രണ്ണൻ HSS സ്കൂളിൽ പഠിക്കുകയാണ്. താമസിക്കുന്നത് കോടിയേരി. നമ്മുടെ മരിച്ചുപോയ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്താണോ? വീട്ടിന്റെ അടുത്തല്ല, നാട്ടിലാണ്. ഓക്കെ. എന്തായാലും പിന്നെ വേറെ ഹോബീസ് ഒക്കെ എന്താണ്? വേറെ ഹോബീസ് പ്രത്യേകിച്ചൊന്നുമില്ല. ആരാ നിങ്ങളുടെ പിന്നെ കുച്ചിപ്പുടിയുടെ പിന്നെ ഗുരുനാഥ ആരാണ്? കലാമണ്ഡലം ദിയാദാസ്. ആദ്യകാലത്തെ അവർ തന്നെയാണോ? ഞാനിപ്പോ 2 കൊല്ലമായിട്ട് അവരോട് പഠിക്കുന്നത്. കേരള നടത്തിയത് ആരാണ്? എല്ലാം കലാമണ്ഡലം ദിയാദാസിനെ പഠിക്കുന്നത്. അപ്പൊ വീട്ടിൽ നിന്നാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? വീട്ടിൽ നിന്നാണോ ചോദിച്ചാൽ ഓൺലൈനിലായിട്ടും പിന്നെ ഒഴിവ് ദിവസങ്ങളിൽ കൊയിലാണ്ടി പോകും. അങ്ങനെ 2 മുദ്ര കാണിക്കാവോ? 2 മുദ്ര, മുഖത്ത് എന്തെങ്കിലും ഭാവം കാണിക്കാവോ? ഭാവം? നവരസങ്ങളല്ലേ, അതിലെന്തെങ്കിലും ഭാവം ഞാനാ കാണിക്കാവോ? അത്ഭുതം, ഭയാനകം, ബീവത്സം. അയ്യോ, അത് ഞാൻ അറിഞ്ഞു. ഞാൻ തന്നെ ഉണ്ടാക്കി 1-2 ഭാവങ്ങൾ വേറെയുണ്ട്. ഓക്കെ. പഠിച്ചിട്ട് ആരാകാൻ മോൻ ആഗ്രഹം? സോൾജിയർ. അപ്പം ഡാൻസ് അതൊരു പാഷനായിട്ട്. ഡാൻസ് ഫാഷനും ജോബ് സോൾജിയറും. ഇതാരാ പറഞ്ഞേ? സോൾജിയർ ആവണമെന്ന് ആഗ്രഹം ആരാ പറഞ്ഞേ? അച്ഛനാണോ അമ്മയാണോ? ആരാ പറഞ്ഞേ? അങ്ങനെ ആരും പറഞ്ഞൊന്നുമില്ല. അപ്പൊ എല്ലാം എന്റെ ഇഷ്ടം. അതെ, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ എന്നെ ഞാൻ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും. അതെ, അതല്ലേ ഇഷ്ടം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മള് സംസ്ഥാന കലോത്സവം എവിടെയാണ്? തൃശ്ശൂരിലാണ്. അപ്പൊ തൃശ്ശൂർ വെച്ച് നമ്മൾ വീണ്ടും കാണും. റെഡിയല്ലേ? കാണും എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാനൊരു സമ്മാനം തരാൻ വേണ്ടി പോണേ. ഇത് ചെറിയ സമ്മാനമാണ്. ഇതിലും വലിയ സമ്മാനം സംസ്ഥാനത്ത് പോയിട്ട് വാങ്ങിട്ട് വരിക. കലാമേഖലയിലും സോൾജറും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. പിടിച്ചോളൂ. അപ്പം അച്ഛനോടും വീട്ടിലുള്ള അമ്മയോടും പിന്നെ അനിയത്തിയും കൂടെ വന്നിരിക്കുന്ന എല്ലാവരും അന്വേഷിക്കുക. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.